അപ്പോൾ ദേ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് സാധാ തോന്നുന്ന പോലെ ഇച്ചിരി മീൻ കറിയും കിട്ടി ചോറിനാൻ തോന്നിയിട്ട് ഗൈസ്. അപ്പോൾ മീനിന് പോയിട്ട് മീൻ കിട്ടിയില്ല, ചെമ്മീനാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇത് ചെമ്മീൻ ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. കാരണം അത്യാവശ്യം വലിയ ചെമ്മീനായതുകൊണ്ട് കഴുകാണ്ട് വെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തുല്ലിയിട്ടാണ് കഴുകണമെങ്കിൽ അതിൻ്റെ അകത്ത് ആ കളിയും കാര്യങ്ങളൊക്കെ പോകും കേട്ടോ. നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടാണ് കഴുകണമെങ്കിൽ ഇതെല്ലാം പോകാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെമ്മീൻ കറി വെക്കുമ്പോഴേക്ക്. അപ്പോൾ എപ്പോഴും വലിയ ചെമ്മീനാകുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് അങ്ങോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ദേ 3-4 പ്രാവശ്യം ഞാൻ നന്നായിട്ട് കഴുകണം കേട്ടോ ഗൈസ്. അപ്പോൾ എന്താ പറയുക, നമുക്കൊക്കെ ഒരു നേരമൊക്കെ എനിക്കൊക്കെ പച്ചക്കറി കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഒരു നേരം കഴിച്ച് കഴിയുമ്പോഴേക്കും ഗ്യാസൊക്കെ കയറാൻ തുടങ്ങും. ഇതിപ്പോൾ പായസവും എല്ലാം കൂടി ആകെപ്പാടെ മത്ത് പിടിച്ച് പോയിട്ടാ. അത് കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരു നേരം കഴിക്കാൻ പറ്റുള്ളൂ, പിന്നത്തേക്ക് ഇത് പറ്റില്ല പച്ചക്കറി. അപ്പോൾ അതുകൊണ്ടിട്ട് പോയി ചെമ്മീൻ മേടിച്ചതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതെ ചെമ്മീൻ അത്യാവശ്യം നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കിള്ളിയെടുക്കാം. അപ്പം ഞാൻ കിള്ളാൻ പോണത് എന്താ പറയുക, ചെമ്മീൻ്റെ തല കളയാണ്ടാണ് കേട്ടോ. തല കളയാണ്ടാണ് എന്നിപ്പോൾ എടുക്കാൻ പോണത്. സാധാരണ ഞാൻ തല വേറെ ചെമ്മീൻ വേറെ അങ്ങനെയാണ് എടുക്കണത്. പിന്നിപ്പോൾ ഞാൻ കരുതി ഒരുമിച്ച് തന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തല കളയാണ്ട് എടുക്കണേ. അപ്പോൾ ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഞരമ്പ് വലിച്ച് കളയാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് ഇങ്ങനെ പോറുമ്പോഴേക്കും ആ ഞരമ്പ് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കത് അങ്ങനെ വലിച്ച് കളഞ്ഞിട്ട് ക്ലീനാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ വേണം, അല്ലെങ്കിൽ ഈ സാധനം വയറുവേദന എടുക്കുമെന്നാണ് പറയുന്നത് കഴിക്കുമ്പോഴേക്ക്. അപ്പോൾ നമുക്കതൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഞാനിന്ന് കരുതി സാധാരണ എപ്പോഴും വെറുതെ താളിക്കണത്. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഒന്ന് ഫ്രൈ ആക്കിയിട്ട്, കാരണം അധികം ഫ്രൈ ആക്കാൻ പറ്റില്ല, ഈ സാധനം റബ്ബർ പോലെ ഇപ്പം നമുക്ക് കഴിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട്, ഡീപ്പ് ഫ്രൈ അല്ല, സാധാ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് പതിയൊന്ന് മൊരിച്ചിട്ട് നമുക്കൊന്ന് താളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ചെമ്മീനെല്ലാം കിള്ളിക്കഴിഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രം, അധികം ഇടണ്ട മുളക് പൊടിയൊക്കെ, കാരണം അതിന് താളിക്കുമ്പോൾ ഇടേണ്ടതല്ലേ. പുരട്ടി വെക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇവിടെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചെമ്മീൻ വറുക്കാനായിട്ട് ഇടാം. അപ്പോൾ ഒന്ന് പതിയെ മൊരിഞ്ഞ് കഴിയുമ്പോഴേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2 സൈഡും മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റാം. അപ്പോൾ ഇത് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ്റെ. കാരണം എപ്പോഴും ചെമ്മീൻ ഒരു പ്രത്യേക സ്മെല്ലല്ലേ ചെമ്മീനിന്. അപ്പോൾ ഞാൻ ഇത് കാണിക്കണത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. അതായത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാണ് ഗൈസ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് കത്തി മേടിച്ചായിരുന്നു. കാരണം എനിക്ക് നല്ല കത്തി വേണം അടുക്കളയിൽ അരിയാനൊക്കെ ആയിട്ടൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, കുറേ കത്തിയുണ്ട്. പക്ഷേ മിക്ക കത്തികൾ ഇതേപോലെ തുരുമ്പെടുത്ത് പോകണം. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ജസ്റ്റ് ഒരെണ്ണം മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട്, പക്ഷെ പൊട്ടിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നാണ് ഞാനത് പൊട്ടിക്കണത്. അപ്പോൾ ഞാൻ കരുതി നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കണുണ്ടോ. അപ്പോൾ കത്തി കൊള്ളാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനുണ്ട്. ബ്ലാക്കിൽ ഈ ഷെയ്ഡിനോട്, ബ്ലാക്ക് കളറിനോട് എനിക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറും എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്കാണ്. അപ്പോൾ കത്തി കൊള്ളാം കേട്ടോ. എന്തായാലും നല്ല ബ്ലാക്ക് കത്തി ആക്കിയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നമുക്ക് ഈ കത്തി കൊണ്ട് തന്നെ നമുക്കൊന്ന് അരിഞ്ഞ് നോക്കാം. അപ്പോൾ ഈ കത്തി കൊണ്ട് ഞാൻ സവാള അരിയാനാണ്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് നല്ല മുറിച്ചായിരുന്നു. ഭയങ്കര നല്ല ഷാർപ്പാണ്, കാരണം നേരിയ കത്തി ആയതുകൊണ്ട് നല്ല അടിപൊളി കത്തിയായിരുന്നു ഗൈസ്. അപ്പോൾ പറയാം, പ്രൊമോഷനല്ല, ഞാൻ ഇപ്പോഴും പറയുകയാണ്, പ്രൊമോഷനൊന്നും അല്ല, പക്ഷേ നല്ല കത്തിയാണ്. അപ്പോൾ വേണ്ട ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കിനി പൊടിപ്പൊടിയായിട്ട് ആദ്യം കനം കുറച്ചിട്ട് കനമില്ലാത്ത രീതിയിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ അത്യാവശ്യം ഫ്രൈ ആയപ്പോഴേക്ക് ഞാൻ അത് കോരി മാറ്റി കേട്ടോ. ഇനി നമുക്ക് ആ പാനിലോട്ട് തന്നെ ഒരു ഇത്തിരി എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആ പാനിലോട്ട് തന്നെ സവാള, പച്ചമുളക്, ഇഞ്ചിയെ കൂടി നന്നായിട്ട് വഴറ്റാം. ഇതൊന്ന് പതിയെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് ആ തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് മൂപ്പിക്കുക. നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിനിടയ്ക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. കേസ് മറന്ന് പോരുതാരും ഉപ്പിടുക. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് വേറൊരു സാധനം ഞാൻ ഇട്ടിട്ടില്ല, ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഒരിത്തിരി വെള്ളം ഒഴിക്കാം കേട്ടോ. കാരണം ഇത്തിരി ഒന്ന് ഗ്രേവി ആയിട്ട് വേണമല്ലോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡീപ്പ് ഫ്രൈ ആയിപ്പോവും. അപ്പോൾ ഞാൻ ഇച്ചിരി ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ട് ഇത് മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ അതിലോട്ട് ഒരിത്തിരി വെള്ളം ഒഴിക്കണേ. ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, ചാറായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ ഒന്ന് പതിയെ കുറുകി ഒന്ന് റോസ്റ്റാക്കി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനൊരിത്തിരി ചാറായിട്ട് എടുക്കണത്, കാരണം ഞങ്ങൾക്ക് വേറെ ചാറൊന്നും ഇല്ലാത്തത് കൊണ്ട്, വേറെ ചാറ് വെക്കാൻ എനിക്ക് മടിയായതുകൊണ്ട്. അതാണ് സത്യം, നിങ്ങളോട് സത്യം പറയണമല്ലോ. അപ്പോൾ ഇനി എനിക്ക് വെക്കാൻ മടിയാവണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ